നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് പറഞ്ഞ ഞാൻ ഇനി അവളെ മനസ്സിലാക്കേണ്ടത്? നന്ദുന് ബുദ്ധിയില്ലാതായി പോയതല്ല സുമി. നിന്റെ അമ്മായിയമ്മ അനുരാധയ്ക്ക് ബുദ്ധി കൂടിപ്പോയതാണ് പ്രശ്നം. പിന്നെ അവളുടെ പ്രായം അതല്ലേടി. അവളുടെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് വരെ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതമാണ് അവൾക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ. നീയാ പറഞ്ഞ വളരെ ശരിയാണ്. കുഞ്ഞുനാള് മുതല് അവള് സ്വപ്നം കണ്ടിരുന്നത് ഇതുപോലെ വലിയ നിലയും വിലയും ഒക്കെയുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു. വെറുതെ അല്ല, അതൊക്കെ കണ്ടപ്പോഴേ പെണ്ണിന്റെ മനസ്സ് മാറിയത്. എന്റെ അനീതിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവക്കെ ഒട്ടും പക്വതയോടെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും അറിയില്ല. അത് അവൾ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണല്ലോ. ബുദ്ധിയും പക്വതയും ഉണ്ടായിരുന്നെങ്കിലേ അവൾ ഈ നിതീഷിന്റെ പിന്നാലെ പോകത്തില്ലായിരുന്നു. അതുമാത്രമല്ല, സ്വഭാവത്തിലും ഇഷ്ടാനിഷ്ടങ്ങളിലും എല്ലാത്തിലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എനിക്കൊരിക്കലും നന്ദുവിനെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇനി വൈകിട്ടില്ല സ്നേഹ. അവളെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കും. അതിനിത്തിരി ബുദ്ധിമുട്ടായിരിക്കും സുമി. അവളെ പോലൊരു പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് സ്വപ്നലോകത്തെത്തിക്കാൻ അനുരാധയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇപ്പോഴത്തെ സാഹചര്യത്തില് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും അതൊന്നും നന്ദിതയുടെ തലയിൽ കയറാൻ പോണില്ല. എതിർക്കും തോറും അവൾക്ക് നീ ഒരു ശത്രുവായി മാറുകയുള്ളൂ. കാര്യങ്ങളെല്ലാം അവൾ ഒരു ദിവസം തിരിച്ചറിയാതിരിക്കില്ല. പക്ഷെ അതിനൊരുപാട് കാലം കഴിയണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ അവൾ നേരിടണം. എന്റെ അച്ഛൻ ഇതെല്ലാം അറിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക്? എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ആ പാവത്തിന്റെ ഹൃദയം തകർന്നു പോകും. അങ്ങനെ ആ മനുഷ്യൻ ഞങ്ങൾ രണ്ടുപേരും വളർത്തിക്കൊണ്ടു വന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ എന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു ഗതി വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല സ്നേഹ. എന്ത് വില കൊടുത്ത് ഞാൻ അവളെ തിരുത്തും. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കും. സുമി, ഞാനൊരു കാര്യം പറയാം. സൂക്ഷിച്ചും ശ്രദ്ധയോടെയും വേണം നീ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. അച്ഛന് മനപ്രയാസമെന്ന് കരുതിയിട്ട് നീ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാതിരിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോഴത്തെ സാഹചര്യത്തില് ആർക്കെങ്കിലും നന്ദിതയെ തിരുത്താൻ കഴിയുമെങ്കിൽ അത് നിന്റെ അമ്മയ്ക്ക് മാത്രമാണ്. അല്ല, അനുരാധ എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് തേനും പാലും ആയിരുന്നല്ലോ. സത്യങ്ങളൊക്കെ കുറേശ്ശെ അവരും അറിയട്ടെ എന്നേ. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പരിപാടിയാ അവൻ നന്ദുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഈ തെമ്മാടിത്തരം ഞാൻ നിർത്തിക്കും സ്നേഹം. എന്റെ അനിയത്തെ ഞാൻ നശിക്കാനായിട്ട് സമ്മതിക്കില്ല. എന്തായാലും ആദ്യം ഈ കാര്യങ്ങളൊക്കെ നീ അമ്മയോടൊന്ന് പറയേ. ശരി. ആരായിരുന്നു ഫോണിൽ? സ്നേഹ. എനിക്ക് തോന്നി. എന്തായിരുന്നു? വല്ല സീരിയസ് ആയ ചർച്ചയാണോ? ഞങ്ങളിങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ. പിന്നെ സുമി, ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാൻ വിട്ടുപോയി. സുമി നാളെ രാവിലെ തന്നെ ഒന്ന് റെഡിയാവണം. ഒരു 7:30-8 മണി കണക്കാക്കി അങ്ങ് ഇറങ്ങിക്കോ. നമുക്കൊരിടം വരെ പോകാനുണ്ട്. അമ്പലത്തിലേക്കാണോ? അല്ല, അമ്മയുടെ വീട്ടിലോട്ട്. നാളെ പ്രതീക്ഷയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവര് വരുമ്പോ നമ്മൾ രണ്ടുപേരും അവിടെ ഉണ്ടാവണം. അതേതായാലും നന്നായി. ഞാൻ രാവിലെ തന്നെ റെഡി ആയിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.